പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി നെഹെമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമോന്യരും മോവാബ്യരും ദൈവത്തിൻ്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റു വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലെയാമിനെ കൂലിക്ക് വിളിച്ചു. ദൈവവചനം നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം പറയുകയാണ്, മോവാബ്യരും അമ്മോന്യരും ഒരു നാളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കരുത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് തരുന്നത് എപ്പോഴും ശ്രേഷ്ഠമായതാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കുന്നത് എപ്പോഴും ശ്രേഷ്ഠമായതാണ്. അത് നമ്മൾ തിരസ്കരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ആപത്താണ് ഉളവാകുന്നത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം പറയുകയാണ്, നിങ്ങൾ അപ്പം ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതായത് ദൈവമക്കൾ, നമ്മൾ ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചാൽ ദൈവം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ദൈവം നമുക്ക് തരുന്നത്. അതായത് ഒരു മനുഷ്യൻ ഈ ദോഷികളായ മനുഷ്യനുണ്ടല്ലോ, അവൻ തൻ്റെ മക്കൾക്ക് എപ്പോഴും നല്ല ദാനങ്ങളാണ് കൊടുക്കുന്നത്. ഒരു മകൻ തൻ്റെ അപ്പനോട് അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ എന്ന് ദൈവം ചോദിക്കുകയാണ്. അല്ല, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ എന്ന് ദൈവം ചോദിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യുകയില്ല. അങ്ങനെ ദോഷികളായ നമ്മൾ മനുഷ്യർ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്വർഗ്ഗസ്ഥനായ ദൈവം എത്ര വലുത് കൊടുക്കുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ലോത്തിന്റെ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ലോത്തിനോട് ദൈവം പറയുകയാണ്, നിനക്ക് നാശം ഭവിപ്പാതിരിപ്പാൻ ഈ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക എന്ന് പറഞ്ഞു. ദൈവം എന്താണ് നമുക്ക് തരുന്നത്? ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും നല്ലതാണ് ദൈവം നമുക്ക് തരുന്നത്. അതിനുള്ള ജ്ഞാനം നമുക്ക് തരും, അതിനുള്ള ശക്തി നമുക്ക് തരും. അങ്ങനെ ദൈവം പറയുകയാണ്, ഈ പർവ്വതത്തിൽ നിനക്ക് നാശം ഭവിപ്പാതിരിപ്പാൻ ഈ പർവ്വതത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു. ലോത്ത് അവനോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടി എത്തുവാൻ എനിക്ക് കഴിയില്ല. ദൈവം പറഞ്ഞു പർവ്വതത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ലോത്ത് പറയുകയാണ്, എനിക്ക് ഈ പർവ്വതത്തിലേക്ക് പോകുവാൻ കഴിയയില്ല. ദൈവത്തിന് ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനുമായ ദൈവത്തെ പഠിപ്പിക്കുകയാണ് ലോത്ത്. അത് ദൈവം പറഞ്ഞത് അനുസരിക്കാതിരിക്കുകയാണ് ലോത്ത്. എനിക്ക് കഴിയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഈ പട്ടണം സമീപത്തായിരിക്കുന്നു, അവിടെ എനിക്ക് ഓടാം, അത് ചെറുതും ആകുന്നു. ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറുതല്ലോ. ഈ പട്ടണം ദൈവം പറഞ്ഞത് എന്താണ്? ആ പർവ്വതത്തിലേക്ക് പോകുവാനാണ് പറഞ്ഞത്. അപ്പോൾ ലോത്ത് പറയുകയാണ്, അല്ല, അവിടം വരെ എത്തുവാൻ എനിക്ക് ശക്തിയില്ല. അതുകൊണ്ട് നീ എനിക്ക് ഒരു കാര്യം ചെയ്യണം. എന്താണ് നീ എനിക്ക് ചെയ്യേണ്ട കാര്യം? നീ എനിക്ക് ഈ പർവ്വതത്തിലേക്ക് പോകുവാൻ ദൈവം പറഞ്ഞിട്ട് അവൻ ആ പട്ടണത്തിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി ലോത്ത് യാത്ര ചെയ്തു. അതിന് തൽഫലമായി ലോത്തിന് സംഭവിച്ചത്, ദൈവം നമുക്ക് തരുന്നത് എപ്പോഴും എന്താണ്? ഏറ്റവും ശ്രേഷ്ഠമായതാണ് ദൈവം നമുക്ക് തരുന്നത്. ഇവിടെ
ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകുവാൻ എനിക്ക് ശക്തിയില്ല എന്ന് പറയുകയാണ്. അതിന് ഫലമായി ലോത്തിൽ നിന്ന് തൻ്റെ മക്കൾ ഗർഭിണിയാകുകയും ശപിക്കപ്പെട്ട 2 തലമുറകൾ ഉളവാകുകയും ചെയ്തു. ദൈവം പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ, ദൈവം ശ്രേഷ്ഠമായത് കൊടുത്തപ്പോൾ അതിനെ നിരസിച്ചതുകൊണ്ട് ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എത്ര വലുത് എന്ന് നമ്മൾ കാണുകയാണ്. നമുക്ക് സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരാം. 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ബാലാക്ക് രാജാവ് ബിലയാമിന്റെ അടുക്കൽ ആളുകളെ അയച്ചിട്ട് പറയുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു. മോവാബിലും അതുകൊണ്ട് ബാലാക്കിന്റെ വാക്കുകൾ അവരോട് ഈ രാത്രി ബാലാക്കിന്റെ വാക്കുകളെ അവനോട് പറഞ്ഞു. അവരോട്, ഈ രാത്രിയുടെ പാർപ്പീൻ, യഹോവ എന്നോട് അരുളിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് പറഞ്ഞു. ബിലയാമിനോട് കൂടെ പാർത്തു. ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു. ബിലയാമിനോട് ദൈവം പറയുകയാണ്, നിന്നോടുകൂടെയുള്ള ഈ മനുഷ്യർ ആരെന്ന് ചോദിച്ചു. ബിലയാം ദൈവത്തോട്, ഈ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നു, ഭൂതലത്തെ മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം. പക്ഷേ അവരോട് യുദ്ധം ചെയ്യുന്നത് ഓടിച്ചു കളയുവാൻ എനിക്ക് കഴിയും എന്നിങ്ങനെ മോവാബ് രാജാവായ സിപ്പോറിന്റെ മകനായ ബാലാക്ക് പറഞ്ഞു. അപ്പോൾ ബാലാക്കിന്റെ ദൂതന്മാർ വന്ന് ദൈവത്തിന്റെ പ്രവാചകനായ ബിലയാമിനോട് പറയുകയാണ്, നീ വന്ന് ഇസ്രായേൽ ജനത്തെ ശപിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ബിലയാമിനോട് പറയുകയാണ്, നീ അവരുടെ കൂടെ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അവരുടെ കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയുമരുത്. നീ അവരുടെ കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയുമരുത് എന്ന് ദൈവം സ്പഷ്ടമായി ബിലയാമിനോട് പറയുകയാണ്. ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധൻ വ്യാജം പറയുകയില്ല, അനുദപിക്കുകയുമില്ല, വാക്കു മാറ്റാത്തവനാണ് ദൈവം. ആ ദൈവം ബിലയാമിനോട് പറഞ്ഞു. പക്ഷെ ബിലയാം എന്തു ചെയ്തു? വീണ്ടും ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ പൊക്കോട്ടെ. വീണ്ടും ദൈവം അവന് അനുമതി കൊടുത്തു. അവന്റെ നാശം എങ്ങനെ സംഭവിച്ചു എന്ന് യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, അവൻ വാളിന് ഇരയായി മരിക്കുകയാണ്. വാളിന് ഇരയായി. ഹല്ലേലൂയ. രക്തപാതകൾ അവനെ പിന്തുടർന്ന് ചെന്നാൽ അവരെ കൂട്ടുകാരനെ കൊന്നുകളഞ്ഞു. അവനും ബിലയാമും വാളിന് ഇരയായി മരിച്ചു. അപ്പോൾ ദൈവത്തിന്റെ വചനം, ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്ന ബിലയാമിന്റെ ജീവിതത്തിൽ അവൻ വാളിനിരയായി മരിച്ചുപോയി. ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്ന ലോത്തിന്റെ ജീവിതത്തിൽ തന്റെ തലമുറ ശപിക്കപ്പെട്ട ഒരു തലമുറയായി അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം പറഞ്ഞത് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ദൈവത്തിന്റെ മക്കളോടുള്ള ദൈവത്തിന്റെ കരുതൽ എത്ര വലുത് എന്ന് നമുക്ക് കാണാം. മോവാബിനും അമ്മോന്യരും അവര് യാത്ര ചെയ്ത മോവാബിനും അമ്മോന്യരും എന്താണ്? ദൈവത്തിന്റെ മക്കൾ യാത്ര ചെയ്തപ്പോൾ ഇസ്രായേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് യാത്ര ചെയ്തിരിക്കുകയാണ്. അവർ യാത്ര ചെയ്തിട്ട് യാത്ര ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് അപ്പവും വെള്ളവും കൊണ്ട് അവരെ എതിരേറ്റു വരാത്തത്, എൻ്റെ മക്കൾക്ക് ആരാണ് അപ്പം കൊടുക്കുന്നത്, ആരാണ് എൻ്റെ മക്കളെ നോക്കുന്നത് എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ മോവാബിനും അമ്മോന്യരും എൻ്റെ മക്കളോട് അവർ അനീതി കാണിക്കുകയാണ്. അവർക്ക് അപ്പം കൊടുക്കാതെ ഇരിക്കുകയാണ്, അവർക്ക് വെള്ളം കൊടുക്കാതെ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ജ്വലിക്കുകയാണ്.
ഓർപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ ജനമെങ്കിൽ നമ്മെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ദൈവം ഉള്ളം കയ്യിൽ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആരാണ് അപ്പം തരുന്നത്, നമുക്ക് ആരാണ് ഷെൽട്ടർ തരുന്നത്, നമ്മെ ആരാണ് നോക്കുന്നത് എന്ന് ദൈവം നോക്കുകയാണ്. അവരെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കുവാൻ ദൈവം മനുഷ്യപുത്രനുമല്ല. നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം ഞങ്ങളെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാം. അന്ന് ജനങ്ങൾക്ക് മോശയുടെ പുസ്തകം വായിച്ചതിൽ മോവാബരും അമ്മോന്യരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. എന്താണ്? മോവാബരും അമ്മോന്യരും ദൈവത്തിന്റെ സന്നദ്ധയിൽ എന്ത് ചെയ്യരുത്? പ്രവേശിക്കരുത്. അന്ന് മോവാബിരും അമ്മോന്യരും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ദൈവത്തിന്റെ സഭയിൽ മോവാബിരും അമ്മോന്യരും ഒരു നാളും പ്രവേശിക്കരുത്. കാരണം ഒന്ന്, തൻ്റെ ലോത്ത് തൻ്റെ ദൈവം പറയുന്നത് ഒരു അനുസരണക്കേടാണ് അവിടെ ഉണ്ടായത്. ലോത്ത് അനുസരിച്ചില്ല, ബിലയാം അനുസരിച്ചില്ല. അങ്ങനെ അവരനുസരിക്കാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കോപം അവിടെ മേൽ വരികയും ദൈവം അവരെ അടിക്കുകയും ചെയ്തു. അവർക്ക് ദൈവത്തിൻ്റെ ശാപം അവരുടെ മേൽ വന്നു. അവിടെ തലമുറകൾ നശിച്ചു പോയതായിട്ട് നമ്മൾ കാണുന്നു. ദൈവത്തിന് വാക്കുമാറ്റുന്നവനല്ല ദൈവം. ദൈവത്തെ നമ്മൾ നിർബന്ധിപ്പിച്ച് ആ വാക്ക് മാറ്റിച്ചാൽ അത് നമുക്ക് അനുഗ്രഹത്തിനായിരിക്കില്ല. സെക്കരിയാവിൻ്റെ ജീവിതത്തിൽ സെക്കരിയാവ് യെശയ്യാപ്രവചനം 38-ാം അധ്യായത്തിൽ അവൻ നിന്റെ മരണ കാര്യക്രമത്തിലാക്കുക, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തെ നിർബന്ധിച്ച് ഹല്ലേലൂയ, നല്ല മനുഷ്യനായ സെക്കരിയാവ് ഹല്ലേലൂയ 15 സംവത്സരം നീട്ടിക്കിട്ടി. അവന് അതിന് ശേഷം ആ 15 സംവത്സരം അവന്റെ ജീവിതത്തിൽ നല്ല കാലമായിരുന്നില്ല. ആ ദൈവം അവന് ശ്രേഷ്ഠമായതാണ് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ഉണ്ടായ തന്റെ മകനായ മനശ്ശ ദൈവത്തിന് ഹിതമല്ലാത്തത് ചെയ്തു. ഹല്ലേലൂയ. ഹിസ്കിയാവ് നിഗളിച്ചുപോയി. അവിടെയൊക്കെ ദൈവത്തിന്റെ കോപം അവന്റെ മേൽ ഉളവാകുകയാണ് ചെയ്തത്. അപ്പോൾ ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ദൈവം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായതാണ് തരുന്നത്. അവൻ അപ്പം ചോദിച്ചാൽ മനുഷ്യൻ അപ്പം ചോദിച്ചാൽ നമുക്ക് കല്ല് കൊടുക്കുകയില്ല. അതുപോലെ ദൈവം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായതാണ് തരുന്നത്. അത് തന്നു കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ച് ശ്രേഷ്ഠതയല്ലാതെ വാങ്ങിക്കുവാൻ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ശ്രമിക്കരുത്. ലോത്തിന്റെ ജീവിതത്തിൽ അവന് നാശം സംഭവിച്ചത് നമ്മൾ കണ്ടു. ബിലയാമിന്റെ ജീവിതത്തിൽ ദൈവദാസന് നാശം സംഭവിച്ചത് നമ്മൾ കണ്ടു. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ അവന് നാശം സംഭവിച്ചത് നമ്മൾ കണ്ടു. ഇതുകൊണ്ട് ദൈവമക്കളെ, ദൈവം തരുന്നത് നല്ലത് എന്ന് കണ്ട് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൽ ആശ്രയിപ്പാൻ ഓർപ്പെടുത്തിക്കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താവേ ആമേൻ.